രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് പുത്തൂർ നെടിയവിള പടിപ്പുരയിൽ ഗോപിനാഥൻ പിള്ള സുലജ ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്ത മകളായ നെടിയവിള VGSS അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയായ ഗായത്രി ദേവി. കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത ഗാനാലാപനം, വന്ദേ മാതരം, സംസ്കൃത സംഘഗാനം എന്നിവയിൽ ഗായത്രി ദേവിക്ക് A ഗ്രേഡ് ലഭിച്ചിരുന്നു. പഠിത്തത്തിലും മിടുക്കിയാണ് ഈ കുട്ടി. ഓഗസ്റ്റ് മാസം മുതൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ 8 ക്യാമ്പുകളിൽ പങ്കെടുത്താണ് ഗായത്രിക്ക് പരേഡിൽ പങ്കെടുക്കാൻ സെലക്ഷൻ ലഭിച്ചത്. സംസ്കൃത അധ്യാപകനും NCC ഓഫീസറുമായ ജീവന്റെ ശിക്ഷണത്തിലാണ് ഈ കുട്ടി പരിശീലിച്ചത്. ജനുവരി 26 ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ എല്ലാം അഭിമാനമായ അംബികോദയത്തിൻ്റെ ഏറ്റവും സുദിനം എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണെന്ന്. അംബികോദയത്തിലെ ഗായത്രി ദേവി റിപ്പബ്ലിക് ഡേ പരേഡിൽ കണ്ടിജൻസി കമാൻഡറായിട്ട് പങ്കെടുക്കുകയാണ്. ആ കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചത് നമ്മൾക്ക് ഏവർക്കും ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഗായത്രിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം സന്തോഷവും അവരുടെയൊക്കെ ഒരു അഭിമാനവും നമുക്കിന്ന് പങ്കുവയ്ക്കാം. അതോടൊപ്പം ഗായത്രിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞായറാഴ്ച ഡൽഹി കർമ്മപത്തിൽ നടക്കുന്ന രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഗായത്രി ദേവി പങ്കാളിയാകും. നാടിനും വീടിനും സ്കൂളിനും ഒരേപോലെ അഭിമാനമായ ഈ കുട്ടി വർഷങ്ങളോളം കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് ഒരു മുതൽക്കൂട്ടാണെന്നും പ്രൈവറ്റ് ബസ് കണ്ടക്ടർ ആയ അച്ഛൻ ഗോപിനാഥൻ പിള്ള പറഞ്ഞു. എൻ്റെ മോൾക്ക് 2025 ഡൽഹി നടക്കുന്ന ട്രിപ്പിലേക്ക് പരേഡിൽ അവസരം കിട്ടി. എനിക്ക് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. നെടിയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. നെടിയുള്ള VGSS അംബികോദയം. അവിടുത്തെ സാറും മറ്റ് എല്ലാ അധ്യാപകരും ഇതിനുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനെന്ന് ഞാൻ ഗൾഫിലുള്ള ജോലി ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് മക്കളില്ലാതിരുന്ന് 10 കൊല്ലം കഴിഞ്ഞാണ് മോളാവുന്നത്. ഞാൻ വിവാഹം കഴിച്ച് 2 കൊല്ലം കൂടി ഞാൻ മക്കളില്ലാത്തതിൻ്റെ ജോലി ഉപേക്ഷിച്ച് പോരുന്നതാണ്. ഇപ്പോൾ ഞാൻ യൂണിയൻ ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. ചോറാത്തുകെട്ട് വിടുന്നത് യൂണിയൻ മോട്ടോഴ്സിലാണ് ജോലി ചെയ്യുന്നത്. അത് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ മോളുടെ പരിപാടിയായിട്ട് വന്ന് ഉച്ചകഴിഞ്ഞ് ഇറങ്ങി വന്നതാണ്. വൈകിട്ട് 5 മണി വീണ്ടും ജോയിൻ ചെയ്യണം. പിന്നെ ഇതെൻ്റെ ഭാര്യ സുലജ, മറ്റേ ഇളയ മോള്. ആ മോക്ക് ഈ പരിപാടി കിട്ടി വളരെ സന്തോഷമുണ്ട്. അപ്പം വീട്ടിൽ ഞങ്ങളെ പിരിഞ്ഞ് നിന്നിട്ടിപ്പം ഡിസംബർ 22 അല്ല, അതിന് മുമ്പേ പോയതാണ്. അതിന് മുമ്പേ ഒരു ക്യാമ്പുകളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോടുണ്ടായിരുന്നു, വാളകത്തെ തേപ്പുപാറ, പിന്നെ കൊട്ടിയത്തുണ്ടായിരുന്നു, കൊട്ടാരക്കര. അങ്ങനെ 10 ദിവസം കഴിയും വരും, 2 ദിവസം നിൽക്കും, വീണ്ടും പോകും. അന്ന് ഇപ്പോൾ 2 മാസം മുമ്പേ കൊണ്ടുപോയി പിരിഞ്ഞിരിക്കുക. നമ്മൾ പറയുന്നത് ഫെബ്രുവരി 6-ാം തീയതി വരുമെന്നാണ്. അത് കാണാൻ കൊതിയാവുന്നില്ല. അമ്മ സുലജ വീട്ടമ്മയാണ്. ഇളയ മകൾ അശ്വതി ഇതേ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരു മാസക്കാലമായി ഡൽഹിയിൽ പരിശീലനത്തിലാണ് ഈ കുട്ടി. വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. പരേഡ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ജനപ്രതിനിധികളെയും സാംസ്കാരിക നായകരെയും ഉൾപ്പെടുത്തി ഒരു വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് സ്കൂൾ PTA യും അധ്യാപകരും. ന്യൂസ് കേരളം 24 വേണ്ടി ചാരു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.